പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെയാണ് ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിൽ ട്രംപ് എത്തിയിട്ടുള്ളത്. ഷീ ജിൻപിങ്ങുമായി ഇന്ന് നിർണായക ചർച്ച നടക്കാനിരിക്കെ മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഇറാന് മേൽ വലിയ സ്വാധീനമുള്ള ചൈന പ്രതിസന്ധി പരിഹരിക്കാനായി ശക്തമായ റോൾ വഹിച്ചേക്കുമെന്നാണ് അമേരിക്കയും കരുതുന്നത്. ഹോർമൂസ് നിയന്ത്രണം ഉപേക്ഷിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കണമെന്ന് ചൈനയോട് ആവശ്യപ്പെടുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട്. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികളിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനും ചൈനയുടെ സഹായം തേടുമെന്ന് റൂബിയോ വ്യക്തമാക്കി. മധ്യസ്ഥർ മുഖേന ഇറാനുമായി ചർച്ച തുടരുന്നതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചു. ചർച്ചയിൽ ചില പുരോഗതികൾ ഉള്ളതായും വാൻസ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി MCA നാസറാണ് ചേരുന്നത്. MCA, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ബീജിംഗിൽ ഷീ ജിൻപിങ്ങുമായി ട്രംപിന്റെ നിർണായകമായ കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. ട്രംപ് പറയുന്നത് ഈ വിഷയമൊന്നുമല്ല ചർച്ച ചെയ്യാൻ പോകുന്നത്, നയതന്ത്ര ബന്ധവും വ്യാപാര കരാറുകളും ഒക്കെയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഉറപ്പായും ഇറാൻ അമേരിക്ക സംഘർഷം ചർച്ചയാകും. അതിൽ ഒരു കൃത്യമായ ഇടപെടൽ, ഒരു നയതന്ത്ര ശ്രമം ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് തന്നെ US ആവശ്യപ്പെട്ടേക്കുമോ? ദിവ്യ, തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് തന്നെയാണ് വൈറ്റ് ഹൗസും അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അല്പം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത്. അതേ കാര്യം തന്നെയാണ്. കാരണം വ്യാപാര ചർച്ചകളൊക്കെയും നടക്കുമെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് ഈ മേഖലയെ ബാധിച്ചിരിക്കുന്ന ലോക സമ്പദ്ഘടനയെ വളരെ പ്രതികൂലമായിട്ട് തിരിച്ചടി സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അതിനൊരു പരിഹാരം കാണുന്നതിൽ ചൈനയുടെ പിന്തുണ അഭ്യർത്ഥിക്കുക എന്നത് തന്നെയാണ് ട്രംപിന്റെ ഈ ഒരു യാത്രയിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നതെന്ന കാര്യം ഉറപ്പാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന്, ഹോർമസിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഇറാനാണെന്നാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചൈന തങ്ങളുടേതായിട്ടുള്ള നയതന്ത്ര സാധ്യതകൾ, സ്വാധീനം പ്രയോജനപ്പെടുത്തണമെന്ന് ഔദ്യോഗികമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങൾ, കാരണം ഗൾഫ് രാജ്യങ്ങളുമായിട്ടും വലിയ ആത്മബന്ധമാണ് ചൈനക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന ഇറാന്റെ ആ രീതി അത് ശരിയല്ല, അതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കണം എന്നൊരു ആവശ്യം കൂടിയായിരിക്കും. ഈ പ്രധാനമായിട്ട് ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ട്രംപ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള ചർച്ചയിൽ മുന്നോട്ട് വെക്കുക. പക്ഷേ ഇറാൻ നേതൃത്വം ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രി നടത്തിയ പ്രതികരണത്തിൽ ചൈന വളരെ പരമ്പരാഗതമായി തന്നെ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. എല്ലാ തലങ്ങളിലും വലിയ തോതിൽ തന്നെ സഹകരണം തങ്ങൾക്ക് ചൈനയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈയിടെ താൻ ചൈനയിൽ നടത്തിയ സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി അക്കാര്യത്തിൽ തങ്ങൾക്ക് കൃത്യമായിട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം യുദ്ധത്തിലൂടെയാണ് ഈ ഹോർമസ് പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. അത് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. അതുകൊണ്ട് അവരാണ് ഒരു പുനരാലോചന നടത്തേണ്ടത്. നേരെ മറിച്ച് പരമാധികാരത്തിന് നേരെയുള്ള ഈ കടന്നാക്രമണത്തെ എല്ലാ ഘട്ടങ്ങളിലും ചൈന ചെറുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലും ഷീ ജിൻപിങ്ങിന്റെ ഭാഗത്തു നിന്ന് ഇറാൻ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകില്ലെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യസ്ഥ റോളിലേക്ക് റോൾ എന്നതിലും ഒരു ആകാംക്ഷയില്ലേ? കാരണം ഇറാനുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ചൈന. അപ്പോൾ ട്രംപിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ചൈന എന്ത് ചെയ്യും എന്നതും ഒരു ചോദ്യമല്ലേ? ദിവ്യ, തീർച്ചയായിട്ടും ഇതിൽ ഹോർമസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അത് ചൈനയെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കുറെ കൂടി നയതന്ത്ര നീക്കങ്ങൾ നടത്താൻ ചൈന തയ്യാറാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ബീജിംഗിൽ നിന്നുള്ള ചൈനീസ് മാധ്യമങ്ങളൊക്കെയും അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ഇറാനുമായിട്ട് വലിയ തോതിൽ ആശയവിനിമയം ചൈന തുടരുകയാണ്. 2 ദിവസം മുമ്പാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി പാക് വിദേശകാര്യമന്ത്രിയുമായിട്ട് വിശദമായി ചർച്ച നടത്തിയിരുന്നു. അപ്പം നിലവിലുള്ള ഈ വഴിമുട്ടി നിൽക്കുന്ന ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചൈന കുറെ കൂടി സജീവമായിട്ടുള്ള റോളിലേക്ക് വരികയാണ്. ചൈനയും റഷ്യയെയും നിരാകരിച്ചുകൊണ്ട് ഒരു നിലക്കുള്ള ഒരു സമാധാന കരാറിലേക്കും എത്തുക പിന്നെ എളുപ്പമല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് വളരെ വൈകിയാണെങ്കിലും അമേരിക്ക എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള ആക്രമണം, നാവിക ഉപരോധം തുടർന്നതുകൊണ്ട് മാത്രം ഇറാനെ ഒരു കരാറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. നേരെ മറിച്ച് ചൈനയും റഷ്യയും വളരെ ശക്തമായിട്ട് ഇടപെടുകയാണെങ്കിൽ മാത്രമാണ് നയതന്ത്ര തലത്തിൽ. കാരണം ഇപ്പോൾ US തന്നെ ഒരു പ്രമേയം UN രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഹോർമസുമായി ബന്ധപ്പെട്ട. അതുപോലും ഈ രണ്ട് രാജ്യങ്ങളും വീറ്റോ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നേരത്തെയും ഈ രാജ്യങ്ങൾ വീറ്റോ ചെയ്തിരുന്നു. അതുകൊണ്ട് ചൈനയെയും റഷ്യയെയും അനുനയിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഇറാനെ പിന്തിരിപ്പിക്കാനില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് വന്നിരിക്കെ ഈ ട്രംപിന്റെ ഇന്ന് ഷീ ജിൻപിങ്ങുമായിട്ട് നടക്കുന്ന ചർച്ച വളരെ നിർണായകമായിരിക്കും. അതോടൊപ്പം തന്നെ ലബനാനിലും മറ്റും ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, അതിനെതിരെയും ചൈന വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉഭയകക്ഷി ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇറാന് നൽകുന്ന പിന്തുണ പിൻവലിക്കണം
നടത്തണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുമെന്നൊക്കെയും മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു പ്രകോപന നടപടികളിലേക്ക് ആയിരിക്കില്ല ട്രംപ് ഭരണകൂടം നീങ്ങുക. നേരെ മറിച്ച് പരമാവധി അനുനയത്തിൽ ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിന് ചൈനയെ എത്ര കണ്ട് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ടും ട്രംപ് ശ്രമിക്കുക. എന്തായാലും ആഗോള വിപണിയിൽ എണ്ണവില ഉയരുന്ന ഒരു സാഹചര്യത്തിൽ, പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ഈ ചർച്ച വളരെ വളരെ നിർണായകമായി മാറുകയാണ്. ഇന്ന് എന്തായാലും വളരെ നിർണായകമായ ഒരു ചർച്ചയാണ് ചൈനയിലെ ബീജിംഗിൽ നടക്കുന്നത്. ഷീ ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയാണ്. നയതന്ത്ര ബന്ധവും വ്യാപാര ചർച്ചകളും വ്യാപാര ബന്ധവും ഒക്കെ മെച്ചപ്പെടുത്തുന്നത് ചർച്ചയാകുന്നതിനൊപ്പം തന്നെ ഇറാൻ സംഘർഷം, ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധി, ഇതൊക്കെ തന്നെ വിഷയമായി ഉയർന്നു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.